അമേരിക്കയുടെ 15-ഇന വെടിനിർത്തൽ ഫോർമുല തള്ളി ഇറാൻ 5-ഇന ഫോർമുല മുന്നോട്ട് വെച്ചു. ഇറാനെ അനങ്ങാൻ കഴിയാത്ത വിധം കൂച്ചുവിലങ്ങിടുന്ന 15-ഇന പ്ലാനുമായാണ് അമേരിക്ക യുദ്ധവിരാമത്തിന് മുന്നോട്ട് വന്നത്. അമേരിക്ക വീണുരുണ്ടും കള്ളം പറഞ്ഞും യുദ്ധം ജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. ട്രംപ് ഒരിക്കൽ പറഞ്ഞതല്ല, പിന്നൊരിക്കൽ പറയുന്നത്. ഇറാനുമായൊരു വെടിനിർത്തൽ കരാറിന്റെ വക്കിലെത്തിയെന്ന് ആദ്യം പറഞ്ഞു. 5 ദിവസത്തിനുള്ളിൽ കരാർ പൂർണ്ണരൂപത്തിലാകുമെന്നു. ഇറാൻ ട്രംപിന്റെ വാദം തള്ളിക്കളഞ്ഞു. അങ്ങനെയുള്ള യാതൊരു ഡീലും അമേരിക്കയുമായോ ട്രംപുമായോ നടക്കുന്നില്ല എന്നായിരുന്നു. അപ്പോൾ ട്രംപിന്റെ വാദം ഇറാനിൽ ഒരു പ്രമുഖ നേതാവുമായാണ് ചർച്ചകൾ നടന്നത് എന്നായിരുന്നു. കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് ഇറാനിൽ നിന്നും വിലപിടിപ്പുള്ള സമ്മാനം എനിക്ക് വാഗ്ദാനം ചെയ്തു എന്നായിരുന്നു. എന്നാൽ ഇറാൻ നേതൃത്വം അമേരിക്കയുടെ എല്ലാ വാദങ്ങളും തള്ളിക്കളയുകയായിരുന്നു. അവസാനമാണ് അമേരിക്ക പാകിസ്ഥാൻ മുഖേന അമേരിക്ക-ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ 15 ഉപാധികൾ മുന്നോട്ട് വെച്ചത്. ഇറാൻ അമേരിക്കയുടെ യമണ്ടൻ വിഡിതങ്ങളെ തള്ളിക്കൊണ്ട് പറഞ്ഞത് യുക്തിരഹിതമായ, ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ബ്ലണ്ടർ എന്നാണ്. അമേരിക്കയുടെ പ്രധാന ഉപാധികളിൽ പ്രധാനപ്പെട്ടവ ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കണം, ഇനി ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ഇറാൻ ഉറപ്പു നൽകണം, കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം മുഴുവൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് കൈമാറണം, നദാൻസ്, ഇസ്ഫഹാൻ, ഫോർദോ എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങൾ പ്രവർത്തനരഹിതമാക്കി നശിപ്പിക്കണം, ദൂരപരിധിയിലും സംഹാര ശക്തിയിലും എണ്ണത്തിലും മിസൈലുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണം, പ്രതിരോധ ആവശ്യങ്ങൾക്ക് മാത്രമേ മിസൈലുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള വിദേശ സായുധ സംഘങ്ങൾക്ക് നൽകുന്ന പണവും ആയുധവും സഹായവും ഇറാൻ നിർത്തലാക്കണം, ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ തുടരാൻ അനുവദിക്കണം, ഇതൊരു സ്വതന്ത്ര നാവിക മേഖലയായി പ്രഖ്യാപിക്കണം, ചർച്ചകൾ പൂർത്തിയാക്കാൻ 1 മാസത്തെ വെടിനിർത്തൽ നടപ്പിലാക്കണം. പകരമായി അമേരിക്ക ചില വാഗ്ദാനങ്ങൾ ചെയ്യുന്നു. ഈ ഉപാധികൾ അംഗീകരിക്കുകയാണെങ്കിൽ താഴെ പറയുന്നവ ചെയ്യുമെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. ഇറാനുമേലുള്ള എല്ലാ ഉപരോധങ്ങളും നീക്കം ചെയ്യുക, സമാധാനപരമായ ആണവ ആവശ്യങ്ങൾക്കായി ആണവോർജ്ജം വികസിപ്പിക്കാൻ സാങ്കേതിക സഹായം അമേരിക്ക നൽകും, ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ സാമ്പത്തിക സഹായം നൽകും എന്നിവയാണ്. ഈ ഉപാധികളെയാണ് ഇറാൻ അമേരിക്കയുടെ നടക്കാത്ത സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞത് അമേരിക്കയുമായി ഒരു ചർച്ചയുമില്ലെന്നാണ്, അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നാണ്, 2 തവണ ചർച്ചകളിൽ അമേരിക്ക തങ്ങളെ ആക്രമിച്ചു എന്നതാണ്. അമേരിക്കയുടെ 15-ഇന ഉപാധികൾക്ക് പകരമായി ഇറാൻ മുന്നോട്ട് വെച്ചത് 5 ഉപാധികളാണ്. അവ താഴെ പറയുന്നു. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നടത്തുന്ന വ്യോമാക്രമണങ്ങളും സൈനിക നീക്കങ്ങളും ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങളും പൂർണ്ണമായും നിർത്തലാക്കണം, ഇറാനെതിരെ ഭാവിയിൽ വീണ്ടും ഒരു യുദ്ധമുണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താൻ വ്യക്തമായ അന്താരാഷ്ട്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം, നിലവിലെ യുദ്ധം മൂലം ഇറാനുണ്ടായ കനത്ത നാശനഷ്ടങ്ങൾക്ക് വ്യക്തവും ഉറപ്പുള്ളതുമായ സാമ്പത്തിക നഷ്ടപരിഹാരം അമേരിക്ക നൽകണം, ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്കിലെ തങ്ങളുടെ പരമാധികാരവും നിയന്ത്രണവും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കണം, ഇറാനിൽ മാത്രമല്ല ലബനനിലെ ഹിസ്ബുള്ള ഉൾപ്പെടെ മേഖലയിൽ ഉടനീളമുള്ള ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾക്കെതിരെയുള്ള ആക്രമണങ്ങളും അമേരിക്ക അവസാനിപ്പിക്കണം. ചുരുക്കത്തിൽ ഇറാന്റെ ഉപാധികൾക്ക് അമേരിക്കയും അമേരിക്കയുടെ ഉപാധികൾക്ക് ഇറാനും വഴങ്ങില്ലെന്ന് ഉറപ്പാണ്. മാത്രമല്ല ഇറാൻ ഇപ്പോഴും പറയുന്നത് യുദ്ധം എങ്ങനെ നിർത്തണമെന്ന് എപ്പോൾ നിർത്തണമെന്നും തീരുമാനിക്കുന്നത് ഞങ്ങളാണ് എന്നാണ്. ഇറാന്റെ അബ്ബാസ് അരാഗ്ചി ചോദിച്ചത് അമേരിക്ക പരാജയപ്പെട്ടു എന്ന് അമേരിക്ക സമ്മതിക്കുന്നുണ്ടോ എന്നാണ്.